പഠിക്കാൻ പോകുന്നത് ഫോണിക്സ് എന്താണെന്നാണ്. ഫോണിക്സും ഫോണിറ്റിക്സും. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് 8 പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു അല്ലേ? നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ്, ആഡ്വേർബ്, പിന്നെ പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, അങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ നമ്മൾ പഠിച്ചു. അതിനുള്ള ഓരോന്നിൻ്റെ കുറച്ച് സെൻറ്റൻസ് മേക്കിങ്ങും സെൻറ്റൻസസും നമ്മൾ പഠിച്ചു. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഏതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന്. ഈ റിവിഷൻ്റെ സമയത്ത് ഞാൻ കുറച്ചും കൂടി സെൻറ്റൻസസ് തരാം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആവും. ഈ ചിലപ്പം വേണമെങ്കിൽ ഞാൻ ഈ ഭാഗം കൂടി കഴിഞ്ഞിട്ട് ആ ഇതിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫോണിറ്റിക്സും ഫോണിക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് പോകുന്നത്, അപ്പോൾ ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അപ്പം ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. സ്പീച്ച് നമ്മൾ എന്താ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ പറയുക, ബാഗ് എന്ന് പറഞ്ഞു, നമ്മൾ ഹാൻഡ് ബാഗില്ലേ, ബാഗ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഫോണിറ്റിക്സ് എന്ന് പറയുന്നത് ഏത് സ്പീച്ച് ഭാഗത്താണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ AG എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഒരു ഫോണിക്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. നമ്മൾ എങ്ങനെ പഠിക്കും, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ, AG എന്ന ഫോണിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ബാഗ് വരും. അതായത് ഈ AG എന്ന് പറയുന്ന ഈ ഭാഗം ബാഗിൻ്റെ AG അത് വരുന്ന ഫോണിറ്റിക്സിൽ B അതിൽ കൂട്ടില്ല. ഓക്കെ, വൈകാതെ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ വോവൽസ്, കോൺസ്റ്റൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വോവൽസ് എന്നൊന്നും അറിയില്ല, AIOU. ഓക്കെ, പിന്നെ കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമ്മൾ ഫോണിക്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് തന്നെ എടുക്കും, നോട്ട് ബുക്ക് എടുക്കും. അപ്പം നോട്ട്സ് തരാം, അപ്പോൾ നമുക്ക് എഴുതിക്കൊണ്ട് ഇങ്ങനെ പഠിച്ച് പോകാം. 2 കാര്യം ഒപ്പരം നടക്കുകയും ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണ്ട, കുറേ ഉണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫോണിറ്റിക്സ് എന്ന് ഹെഡിങ് കൊടുക്കും. ഫോണിറ്റിക്സ് PHON E T ഡബിൾ T ഇല്ലേ, TICS. ഒന്നുകൂടി പറയാം, PHONE TICS ഫോണിറ്റിക്സ്. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടേ? ഓക്കെ, ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. നമ്മളിപ്പോൾ ഉച്ചരിക്കുന്നത്, ഞാനിപ്പോൾ നമുക്ക് നിർത്തി പറഞ്ഞില്ലേ, അതുപോലെ ഒന്നല്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ബാഗ് നേരത്തെ പറഞ്ഞു, ബാഗ് BAG. അപ്പോൾ AG എന്ന് പറയുന്നത് അതിൻ്റെ ഫോണിക്സ് ആണ്. ഓക്കെ, ഫോണിക്സ് PHONICS ഫോണിക്സ്. മറ്റേത് ഫോണിറ്റിക്സ് ആണ്, ഞാൻ പറയുന്ന മാർക്ക് വരുത്. ഓക്കെ, ഫോണിറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് എൻകംപാസിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഞാൻ പറഞ്ഞ 3 സ്പീഡിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഫ്ലോയിൽ പറയുന്നു പറഞ്ഞാൽ. ഓക്കെ, ഫോണിറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് എൻകംപാസിങ് ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ആണ്. നമ്മൾ വോക്കൽ കോഡിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ ആ വാക്ക് പറയുന്നത്. അപ്പം പറയാം നമുക്ക്. ഫോണിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് എൻകംപാസിങ് ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് പെർസീവ്ഡ്. ഓക്കെ, അതാണ് ഫോണിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 കാറ്റഗറി വരുന്നുണ്ട് ഫോണിറ്റിക്സിൻ്റെ. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ടാണ് അല്ലേ, നമ്മുടെ ടങ്ങിന്നും ലിപ്സിന്നും വോക്കൽ കോഡ്സിനും ഒക്കെ വരുന്ന സൗണ്ടാണ് നിങ്ങളുടെ ചെവിട്ടിലേക്ക് കേൾക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ടങ്ങിലൂടെയും എൻ്റെ ലിപ്സിലൂടെയും നിങ്ങൾ
പുറത്തേക്ക് വരുന്ന സൗണ്ട്, എൻ്റെ വോക്കൽ കോഡിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങളെ ചെവിട്ടിലേക്ക് കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും. അത്രയേ ഉള്ളൂ സംഭവം. അതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ. ഓക്കെ, പിന്നെന്താ, ഹൗ ദേ ആർ ട്രാവൽ ആൻഡ് പെർസീവ് എന്നാണ് ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. പെർസെപ്ഷൻ, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെവിയിലൂടെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളത് മനസ്സിലാക്കി എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി അതിന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഭാവനയിൽ അതിനൊരു മീനിങ് ഒക്കെ കൊടുത്തു മനസ്സിലാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? ഫോണറ്റിക്സ് മനസ്സിലായോ? ഓക്കെ. പിന്നെ ഒരു എന്താ പറയുക, ഫോണോമിക് ചാർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ചാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അതിൽ എന്താ പറയുക, വൊവൽസ് കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, ഫോണോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് സൗണ്ട്സ് ആണ്. ഞാനൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ടങ്ങിലൂടെയും ലിപ്സിലൂടെയും വോക്കൽ കോഡിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങളുടെ ചെവിയിലൂടെ കേട്ട് അത് മനസ്സിലാക്കി അത് അതിൻ്റേതായ മീനിങ് കൊടുത്ത് നിങ്ങൾ ഒരു ഇതായിട്ട് വേർഡായിട്ട് ഫോം ചെയ്ത് മാറ്റണം. ഇപ്പോൾ ബാഗ് എന്നുള്ളത് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ബാങ്ക് എന്നാണ്. ബാങ്ക്, SBI ബാങ്ക് പോലത്തെ ബാങ്ക് എന്നായിരിക്കും ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ഹാൻഡ് ബാഗിൻ്റെ ബാഗാണ്. ഹാൻഡ് എന്ന് ഉദ്ദേശിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ അത്രയും ക്ലിയർ അല്ലെങ്കിൽ ഹാൻഡ് ബാഗ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ബാഗെന്ന് മതി. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ ബാഗ് മതി. ഞാൻ ഉദ്ദേശിക്കുന്ന ബാങ്കാണ് മറ്റേത്, ഇത് ബാഗാണ്. ഹാൻഡ് ബാഗ്, ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് മറ്റേ ബാങ്കാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഓഫ് സൗണ്ട്സ് ഇൻക്ലൂഡിങ് ഫിനോമിൻസ്, സിലബിൾസ് ആൻഡ് സ്ട്രെസ് വിതിൻ എ ലാംഗ്വേജ്. ഫിനോമിൻസും സിലബിൾസൊക്കെ ഇനി കഴിഞ്ഞ് അടുത്തത് സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം അങ്ങനെ പഠിച്ച് പോകാം. പിന്നെ ഫോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ഫോണിക്സ്. അപ്പം മെത്തേഡ് ഓഫ് റിലേഷൻഷിപ്പ്, മെത്തേഡല്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൗണ്ട്സ്. ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്നോട് വന്ന സൗണ്ട് മീൻസ് ഞാൻ ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലൊരു സൗണ്ട് കേട്ടു. സൗണ്ട് എന്ന് പറഞ്ഞാൽ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ എന്താ പറയുക, ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ്. ഇപ്പോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ്. അപ്പം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാങ്ക് എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത്, ബാഗ്. നിങ്ങളിപ്പോൾ എന്താ കേട്ടത്? ഞാൻ ബാഗ് എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് എന്നാണോ ബാഗ് എന്നാണോ കേട്ടത്? ഓക്കെ, എന്നാൽ ശരിയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാഗ് ഒറ്റ വേർഡാണ്. ഓക്കെ, അപ്പം ഇൻ റിട്ടൺ ലാംഗ്വേജ്. ഓക്കെ, ഫിനോമിൻസ്, ഫോണിക്സ് എന്നൊക്കെ പറയും. എക്സാമ്പിൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഫോണിക്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അതാണ് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഫോണിക്സ് എന്ന് പറയുന്നത് ബാറ്റിൽ AT, അത് ബ്രാക്കറ്റിൽ ആദ്യം മേലെ ഫോണിക്സ് എന്ന് ആയിട്ട് കൊടുത്തിട്ട് AT എന്ന് കൊടുക്കും. അതായത് ഇങ്ങനെ എഴുതണം, ബോർഡിൽ ഉള്ളതുപോലെ. അതായത് ഇങ്ങനെ എഴുതി വെക്കുക, AD AG AN AP AT എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ ATയിൽ എന്ത് വരും? ബാറ്റ്. അപ്പോൾ ബാറ്റിൻ്റെ ATയില്ലേ, ഷട്ടിൽ ബാറ്റിൻ്റെ ബാറ്റ്. പിന്നെ വവ്വാൽ കണ്ടിട്ടില്ലേ? ഓക്കെ, ബാറ്റ്. ആ 2 ബാറ്റും എഴുതിക്കും. എന്നിട്ട് ആ ബാറ്റിൻ്റെ AT എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ മേലെ കൊടുക്കുന്നത്, ഹെഡിങ് ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ നെക്സ്റ്റ് അങ്ങനെ ഒരു വേർഡ്സ് എഴുതി പോയാൽ മതി, അതിനോട് യോജിച്ച വേർഡ്സ്. ഓക്കെ, എഴുതിക്കും. AD എന്ന് പറയുന്നത് ബാഡ്, നമ്മൾ ചീത്ത എന്ന് പറയില്ല, ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ അതിൽ ബാഡ്. പിന്നെ സാഡ്, സങ്കടം, സാഡ്. അപ്പോൾ AD എന്ന് വരുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യോ മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ നേരെ ഇങ്ങനെ AD എന്ന് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ ചൂട് ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, മനസ്സിലായിട്ടെന്ന് ഇതിനാണ് പറയുന്നത്. പിന്നെ
ബാഡ്, സാഡ്, മാഡ്. അത് കഴിഞ്ഞാൽ ഏജിന്ന് ഉള്ള കോളത്തിൽ ലാഗ്, ടാഗ്, നമ്മുടെ ബാഗ് പറഞ്ഞു. ബാങ്ക് തന്നെ ബാഗാണ്, മാറിപ്പോയത്. ഹാൻഡ് ബാഗ് എന്ന് ഉദ്ദേശിച്ചാൽ മതി, പക്ഷെ എഴുതുന്നത് ബാഗ് എന്നായിരിക്കണം. ഓക്കെ, ഏജിൻ്റെ അടി നമ്മൾ കറക്റ്റ് അതിൻ്റെ അടി കൊണ്ട് എഴുതും വേണം. അപ്പുറത്തുള്ള കോളത്തിൽ കൊണ്ട് ഇതിൻ്റെ വർക്ക് എഴുതി വെക്കരുത്, മാർക്ക് പോകും. ഓക്കെ, എക്സാമിന് പ്രത്യേകിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത്, അങ്ങനെ കണ്ടിട്ടുണ്ട് കുറേ. ഓക്കെ, പിന്നെ ആൻ, നമ്മൾ എ ഓർ ആൻ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, റാൻ, ഓടി എന്നുള്ള, ഓടുക എന്നുള്ള റാൻ. പിന്നെ എന്താ, ബാൻ ചെയ്യുക, ഫാൻ. ഓക്കെ, ഫാൻ. അപ്പോൾ എന്ന് വരുന്നില്ലേ? യെസ്, ബാന്, നമ്മുടെ വെഹിക്കിൾ ബാൻ. പിന്നെ പാൻ കാർഡ്, പാൻ. ഓക്കെ, പാൻ കേക്കിൻ്റെ പാന്. ഓക്കെ, അങ്ങനെ. പിന്നെ AP, ഗ്യാപ്പ്. ഗ്യാപ്പ് ബിറ്റ്വീൻ എന്നൊക്കെ പറയുന്നത് ഗ്യാപ്പ്. AP, അതിലാണ് AP. അപ്പോൾ അതാണ് നോക്കുന്നത്. പിന്നെ ലാപ്ടോപ്പിൻ്റെ ലാപ്പ്. ഓക്കെ, അത് AP. പിന്നെ വൊവൽസാണ്. അപ്പോൾ ഞാൻ ഇതേ റോൾ എഴുതിയ പോലെ ഒന്ന് എഴുതി വെക്കും, കോളം അതൊക്കെ വരച്ചിട്ട് ആദ്യം ഫോണിക്സ് ആൻഡ് ഫോണിറ്റിക്സ് എന്ന് ഹെഡിങ് കൊടുക്കും. ഫോണിക്സ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോണിറ്റിക്സ് വേറെയാണ് സംഭവം. ഏകദേശം ഇതിനോട് യോജിക്കും, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഫോണിക്സ് എന്ന് നോക്കൂ, PHONICS. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, AD. ADയിൽ എന്തൊക്കെ വരും അതാണ് എഴുതുന്നത്. ADയിൽ എന്തൊക്കെയാണ് വരിക? ഞാൻ നേരത്തെ പറഞ്ഞ ബാഡ്, ഗുഡ് ഓർ ബാഡിൻ്റെ ബാഡ്. ഓക്കെ, ആ ബാഡ് AD എന്നുള്ളത് വട്ടിട്ട് വെക്കണേ, അതാണ് അതിൻ്റെ അവിടുത്തെ ഫോണിക്സ് എന്ന് പറയുന്നത്. പിന്നെ സാഡ്, AD വട്ടിട്ട് വയ്ക്കുക, സാഡ്, സങ്കടം എന്നുള്ള സാഡ്. മാഡ്, AD വട്ടിട്ട് വയ്ക്കുക. അടുത്ത കോളത്തിൽ AG എന്ന് വയ്ക്കുക. AGയിൽ ബാഗ്, ഹാൻഡ് ബാഗിൻ്റെ ബാഗ്. പിന്നെ ലാഗ്, ടാഗ്, കിട്ടുന്ന ടാഗില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഏജിങ് കഴിഞ്ഞു. AN, റാൻ, ബാൻ, ഫാൻ. പിന്നെ പാൻ കാർഡോ പാൻ കേക്കോ എന്താണെന്ന് വെച്ചാൽ. പിന്നെ AP, ഗ്യാപ്പ്, ലാപ്പ്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലാപ്പ്. ടോപ്പ് എന്ന് എഴുതണ്ട, ലാപ്പ് എന്ന് എഴുതിയാൽ മതി. ടോപ്പ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊന്നും നോട്ട്ബുക്സിൽ ഇത് എഴുതി വെച്ചെല്ലാവരും നോട്ട്ബുക്കിൽ എനിക്ക് ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഫോണിക്സിൻ്റെ ചാർട്ടായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് എഴുതിയില്ല എങ്ങനെയാണ്? ഓക്കെ, ബാക്കി നമുക്ക് ഇങ്ങനെ പഠിക്കാം. ബോർഡിൽ എഴുതുമ്പോൾ എഴുതി വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫോണിക്സ് ചാർട്ട്, കണ്ടോ? ഫോണിക്സ്, PHONICS. അപ്പോൾ അതിൽ ഷോർട്ട് A, ഷോർട്ട് E എന്ന് കൊടുത്തത് നമ്മൾ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ADയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ബാഡ്, ഗുഡ് ഓർ ബാഡിൻ്റെ ബാഡ്. പിന്നെ ലാഡ്, നിങ്ങൾക്ക് എന്താണ് ഇതിനോട് യോജിക്കുന്ന വർക്കായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ കുറേ എഴുതിക്കും, പക്ഷേ ഇതിനോട് യോജിക്കണേ. ഈ AD എന്ന് പറഞ്ഞ സംഭവത്തിനോടും AN അടുത്ത കുളത്തിൽ അങ്ങനെ ഓരോ കുളത്തിൽ കൊടുത്താൽ ഇതുപോലെ എഴുതി വയ്ക്കുക, എന്നാലും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് കോളം കണ്ടോ? AD, AN അങ്ങനെ കണ്ടോ? കളർ കൊടുത്ത് എഴുതി അതിന് താഴെ 1 by 1 ആയിട്ട് കൊടുത്ത കണ്ടോ? ഇങ്ങനെ എഴുതി വെച്ചാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഏകദേശം ഇതുപോലെ ഇത് നോക്കിയിട്ടാണ് ഇതിൽ എഴുതിയത്. ഇതിൽ ഫുൾ എഴുതി വെക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം, കുറച്ചുണ്ട് പഠിക്കാൻ. ഓക്കെ, പിന്നെന്താ, അപ്പം ഞാൻ ഓരോന്ന് വാക്കുകൾ ചോദിക്കുക ഓരോരുത്തരോട്. ഓക്കെ, പിന്നെ ഏറ്റവും നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അറ്റ്. നമ്മുടെ അറ്റ് എന്ന് പറയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ബാറ്റ്, രണ്ടും സെയിം ആണ്, മീൻസ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പൂച്ചക്ക് എന്താ പറയുക?
ക്യാറ്റ്. പിന്നെ തൊപ്പിക്ക് എന്താ പറയുക? തൊപ്പി മാറ്റ്. മാറ്റ് റാറ്റ്, എലി. പിന്നെ അതർന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ. പിന്നെ ED എന്ന് പറയുമ്പോൾ ലെഡ്. പിന്നെ ഫെഡ്, ബെഡ്, WED ബെഡ്. ബെഡ് നമ്മൾ കിടക്കാം. റെഡ് ചോപ്പ്. EG പിന്നെന്താ? പെഗ്, ലെഗ്, ബെഗ്. EN ഡെൻ. ഡൈൻ്റെ വീട്ടിൻ്റെ പേരെന്താ? ഡെൻ. ഓക്കെ, അങ്ങനെ വയ്ക്കും. മെൻ ആണെങ്കിൽ എന്താ പറയുക? മെൻ. 10 10. ഹെൻ, ടെൻ. പിന്നെ ET ഗെറ്റ്, ലെറ്റ്, വെറ്റ്, മെറ്റ്. ഉണ്ടോ? മാറുന്നുണ്ടോ? ഫസ്റ്റ് ലെറ്റേഴ്സ് മാറുന്നുണ്ട്. ബെറ്റ്, പിന്നെ ജെറ്റ്, പിന്നെന്താ ഷോർട്ട് ഐ വെച്ചിട്ട് ID ബിഡ്, ഡിഡ്, ഹിഡ്, റിഡ്, കിഡ്. ഓക്കെ. IG നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ എഴുതട്ടോ. ഓക്കെ. പിന്നെന്താ? IG വരുമ്പോൾ ഡിഗ്, കുഴിക്കാൻ. പിന്നെ റിഗ്, വിഗ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കിട്ടുമെന്ന് തോന്നില്ല. നിങ്ങൾക്ക് ഡിഗ് എന്ന് എഴുതിക്കുള്ളൂ. പിന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എഴുതിക്കട്ടോ. ഇന്ന് ബിൻ, ഫിൻ, കിൻ, സിൻ. പിന്നെന്താ? IP ഡിപ്പ്, നിപ്പ്, ട്രിപ്പ്, ടിപ്പ്, ഇപ്പ്. ഇറ്റ് ബിറ്റ്, ഫിറ്റ്, കിറ്റ്, പിറ്റ്, വിറ്റ്. എനിക്ക് കിറ്റ് കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെന്താ? U വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചാർട്ട് ഒന്നെല്ലാവരും ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോവുക. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പാരൻസിൻ്റെ ഫോണിലേക്ക് ഈ ചാർട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പക്ഷേ എപ്പോഴും ഇത് പ്രതീക്ഷിക്കരുത്. ഞാനിത് എന്താ പറയുക, ഇതേപോലെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു പോയാൽ ഇത് ഈ സംഭവം മനസ്സിലാവുള്ളൂ. ഓക്കെ. ഞാൻ നൗൺസിന് ഈ പാർട്ട് ഓഫ് സ്പീച്ച് നൗൺസിന് കാര്യങ്ങൾക്കൊക്കെ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ സംഭവം തന്നെ ഇല്ല. ഇതിനും ഇതിൻ്റെതായ റൂളിൽ പഠിച്ചു പോയാൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനാണ് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ EG AD തന്നെ എൻഡിങ് എഴുതി വെക്കണം മേലെ. എന്നിട്ട് 1 by 1 ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. വേഗം പഠിക്കാൻ പറ്റും. ഫോണിക്സ് ക്ലിയർ ആയോ? ഓക്കെ. ഇത് ഞാൻ പാരൻസിൻ്റെ ഫോണിലേക്ക്, എല്ലാവരുടെ പാരൻസിൻ്റെ ഫോണിലേക്ക് എൻ്റെ അടുത്ത് നമ്പറുണ്ട്. ഞാൻ വാട്സപ്പിൽ ഫോട്ടോസ് ഇട്ടോളാം. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പില്ലേ, പറമ്പിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടോളാം. പാരൻസിൻ്റെ നമ്പറിലേക്ക് പോകുമല്ലോ. പാരൻസിൻ്റെ നമ്പറാണല്ലോ അതിലുള്ളത് എല്ലാവരുടെയും. അപ്പോൾ അതിലിട്ടോളാം. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് പഠിക്കാം. പാരൻസിനോട് പറയാൻ വേണം ഇങ്ങനെ മിസ് ഇട്ടതാണെന്ന് പറയാം. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. പാരൻസിന് ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നില്ലേ അവർ നോട്ട്സ് കാര്യങ്ങളും നിങ്ങളെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ചെയ്തോളാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ. വോവൽസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കോൺസ്റ്റൻസ് ഒക്കെ. പിന്നെ അടുത്ത പീരീഡ് ഞാൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ടീച്ചർ ലീവാണ്. ഓക്കെ. മൃദുല മാഡം ലീവാണ്, അതിനുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെന്താ? അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്, മീൻസ് നെക്സ്റ്റ് പീരീഡ് എടുക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആർട്ടിക്കിൾസും ഓക്സിലറി വേർബ്സും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. നമ്മൾ സിലബസ് കവർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ആബ്ഡീന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഇംഗ്ലീഷിൽ നിന്ന് വൈഡാണ്, കടലാണ് അല്ലേ? ആർക്കും അത് നിർത്താൻ പറ്റില്ല. പഠിച്ച് അങ്ങനെ തന്നെ എത്തേണ്ട സംഭവം. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പീരീഡിൽ കാണാം. ഓക്കെ. താങ്ക് യു.